നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ SSLC ഫലം പ്രഖ്യാപിച്ചു. SSLC പരീക്ഷയിൽ 99.07% വിജയം. കേരളത്തിലും ഗൾഫിലുമായി 3059 സ്കൂളുകളിലായി പരീക്ഷ നടന്നത്. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ തകർത്ത മോദിക്ക് മാപ്പില്ല എന്ന് അസ്ലം ഷാ. AISF പ്രതിഷേധ സമരത്തിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ GST ജോയിന്റ് കമ്മീഷണറെ ഉപരോധിച്ച് NGO യൂണിയൻ പ്രവർത്തകർ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ SSLC ഫലം പ്രഖ്യാപിച്ചു. SSLC പരീക്ഷയിൽ 99.07% വിജയം. കേരളത്തിലും ഗൾഫിലുമായി 3059 സ്കൂളുകളിലായി പരീക്ഷ നടന്നത്. 4,14,290 വിദ്യാർത്ഥികളാണ് ആകെ പരീക്ഷ എഴുതിയത്. 99.5% കഴിഞ്ഞ വർഷത്തെ വിജയം. പുതിയ പാഠപുസ്തകങ്ങൾ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ SSLC പരീക്ഷയുടെ ഫലമാണ് വരുന്നത്. 4,10,456 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 30,514 പേർ ഫുൾ A+ നേടി. മാർച്ച് 5 മുതൽ മാർച്ച് 30 വരെയായിരുന്നു ഈ വർഷത്തെ പരീക്ഷകൾ നടത്തിയത്. ഏപ്രിൽ 14 മുതൽ മെയ് 2 വരെയായിരുന്നു മൂല്യനിർണ്ണയം. സംസ്ഥാനത്തെ 3031 കേന്ദ്രങ്ങളിലായി 4,14,290 പേർ പരീക്ഷ എഴുതിയിരിക്കുന്നു. ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലായി 386 കുട്ടികളും പരീക്ഷ എഴുതി. ഗൾഫ് മേഖലയിൽ 7 കേന്ദ്രങ്ങളിലായി 633 കുട്ടികൾ രജിസ്റ്റർ ചെയ്തെങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇവർക്ക് ഇളവ് അനുവദിക്കേണ്ടി വന്നു. SSLC പരീക്ഷാ ഫലം. പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ 144 വിദ്യാർത്ഥികളും വിജയിച്ചു. 2025-26 SSLC പരീക്ഷാ ഫലം വന്നപ്പോൾ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ 144 വിദ്യാർത്ഥികളും വിജയിച്ചു. എന്നാൽ ഇതിൽ 2 വിദ്യാർത്ഥികൾ ഓരോ വിഷയങ്ങളിൽ പരീക്ഷ എഴുതിയിരുന്നില്ല. ബാക്കി ഇവർ എഴുതിയ എല്ലാ വിഷയങ്ങളിലും വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 100% വിജയം പറയാനാവില്ല. ഒരു കുട്ടിക്ക് 10 A+ ലഭിച്ചു. SSLC പരീക്ഷാ ഫലം. PG സ്കൂളിന് 100% വിജയം. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മലയോര ഗ്രാമമായ പീച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ 2025-26 SSLC പരീക്ഷാ ഫലത്തിൽ 100% വിജയം ലഭിച്ചു. 50 ആൺകുട്ടികൾ 29 പെൺകുട്ടികൾ അടക്കം 79 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 79 പേരും വിജയിച്ചു. ഒരു കുട്ടിക്ക് ഫുൾ A+ ലഭിച്ചു. സ്കൂളിന്റെ വിജയത്തിൽ ടീച്ചർമാരും വിദ്യാർത്ഥികളും മധുരം പങ്കുവച്ചു. 2025-2026 അധ്യയന വർഷത്ത് SSLC റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് 100% GHSS PGക്ക് 100% വിജയം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഒരു അഭിമാന നിമിഷം തന്നെയാണ് ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളുടെ സ്കൂളിലുള്ള എല്ലാവർക്കും, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും PTA SMC MPTA എല്ലാ അംഗങ്ങൾക്കും വളരെയധികം സന്തോഷം തരുന്ന ഒരു അഭിമാന നിമിഷമാണിത്. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു വിജയം തന്നെയാണ്. 100% വിജയം ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. ജൂൺ മാസത്തിൽ വേണ്ടി തന്നെ അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും വളരെയധികം കഠിനാധ്വാനം ഓരോരുത്തരും, ഓരോ അധ്യാപകരും, ഓരോ രക്ഷാകർത്താക്കളും അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് ഈ വർഷം ലഭിച്ചിട്ടുള്ളത് ഒരു ഫുൾ A+ മാത്രമാണ് ലഭിച്ചത്. പക്ഷെ അഭിമാന നേട്ടം തന്നെയാണ്. എന്നിരുന്നാലും അതിലൊരു കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. എന്നിരുന്നാലും ഞങ്ങളുടെ തീർത്ഥക്കുട്ടിക്ക് ആ ഒരു ഫുൾ A+ കിട്ടിയതിൽ വളരെയധികം ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് എല്ലാ അധ്യാപകർക്കും, അതിലെ PTA അംഗങ്ങൾക്ക്, SMC MPTA എല്ലാ അംഗങ്ങൾക്കും, ഒപ്പം അതിലുപരി രക്ഷാകർത്താക്കൾക്കും വളരെയധികം സന്തോഷം ഉള്ള ഒരു കാര്യമാണ് ഈ ഫുൾ A+ വിജയം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുള്ളത് അധ്യാപകരോടൊപ്പം തന്നെ രക്ഷാകർത്താക്കളുടെയും കഠിനാധ്വാനം ഇതിലുണ്ട് എന്നുള്ളത് നമുക്ക് തീർത്തും പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തീർത്ത അതിനുവേണ്ടി പരിശ്രമിച്ച വളരെയധികം കഠിന അധ്വാനം ചെയ്ത് നേടിയിട്ടുള്ള ആ ഒരു വിജയം, അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും അഭിമാനവും ഉണ്ട്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. തീർത്ഥയ്ക്ക് വിജയ മംഗളങ്ങൾ നേരുന്നു. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. കൂട്ടിയത് ലിറ്ററിന് 3 രൂപ. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വില വർധനയും
രൂപയുടെ മൂല്യത്തകർച്ചയും ചൂണ്ടിക്കാട്ടിയാണ് എണ്ണക്കമ്പനികൾ വില കൂട്ടിയത്. പുതിയ വർധനയോടെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചു. രാജ്യത്ത് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3.04 രൂപ വീതം കൂട്ടി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിലക്കയറ്റം. കൊച്ചിയിൽ പെട്രോൾ 108.78 രൂപ, ഡീസൽ 97.67 രൂപ. വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ തകർത്ത മോദിക്ക് മാപ്പില്ല എന്ന് അസ്ലം ഷാ. AASF പ്രതിഷേധ സമരത്തിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 57 ലക്ഷം വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയ നരേന്ദ്രമോദി മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്തതെന്നും രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി തകർത്ത കേന്ദ്ര സർക്കാരിനെതിരെ ജൻസി പ്രക്ഷോഭം ആരംഭിക്കുമെന്നും AASF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അസ്ലം ഷാ പറഞ്ഞു. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് AASF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കുവാൻ കഴിയാത്ത നരേന്ദ്രമോദിക്ക് എങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയും? നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് BJP നേതാക്കളാണ്. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ഒഴിഞ്ഞുമാറുവാൻ കഴിയില്ല. വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾക്ക് AASF നേതൃത്വം നൽകുമെന്നും അസ്ലം ഷാ കൂട്ടിച്ചേർത്തു. AASF തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS അഭിറാം അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം T പ്രദീപ് കുമാർ, AASF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടോക്കാരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അലൻ പോൾ വർഗീസ്, സാനിയ പ്രസാദ്, P ശിവപ്രിയ, അരവിന്ദ് കൃഷ്ണ തുടങ്ങിയവരും പങ്കെടുത്തു. സമരത്തിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ GST ജോയിന്റ് കമ്മീഷണറെ ഉപരോധിച്ച് NGO യൂണിയൻ പ്രവർത്തകർ. യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ അന്യായമായി സ്ഥലം മാറ്റിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പൂത്തോൾ GST ഓഫീസിലെ ജോയിന്റ് കമ്മീഷണർ AV സുരേഷിനെയാണ് NGO യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ ഉപരോധിച്ചത്. GST വകുപ്പിലെ ജീവനക്കാരും NGO യൂണിയൻ നേതാക്കളുമായ 3 പേരെ അന്യായമായി സ്ഥലം മാറ്റിയെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. യൂണിയൻ ജില്ലാ ട്രഷറർ P രാജേഷ്, ജില്ലാ കൌൺസിൽ അംഗം ബിനീഷ് ചാക്കോ, ഏരിയ സെക്രട്ടറി ഗോപകുമാർ എന്നിവരെയാണ് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ബിനീഷിനെ കുന്നംകുളത്തേക്കും മറ്റു 2 പേരെ ഇരിഞ്ഞാലക്കുടയിലേക്കുമാണ് മാറ്റിയത്. സ്ഥലം മാറ്റം ക്രമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് യൂണിയന്റെ ആരോപണം. സ്ഥലമാറ്റ ഉത്തരവ് പിൻവലിക്കണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു. എന്നാൽ കമ്മീഷണർ നടപടിയിൽ ഉറച്ചതോടെ ജീവനക്കാർ ഉപരോധവും കടുപ്പിച്ചു. തുടർന്ന് പോലീസ് എത്തി വെസ്റ്റ് CIയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ നടപടി പുനഃപരിശോധിക്കാമെന്ന കമ്മീഷണറുടെ ഉറപ്പ് ലഭിച്ചതോടെയാണ് മണിക്കൂറുകൾ നീണ്ട സമരം പ്രതിഷേധക്കാർ അവസാനിപ്പിച്ചത്. യൂണിയൻ ജില്ലാ സെക്രട്ടറി ഹരിലാൽ, ജില്ലാ പ്രസിഡന്റ് ബിജോയ്, FSETO ജില്ലാ സെക്രട്ടറി നന്ദകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം RL സിന്ധു തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. മെയ് 15 മുതൽ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്ത കോൺഗ്രസ് മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള തർക്കങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ അട്ടിമറിക്കുകയാണ്. മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി അനിൽകുമാർ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉടൻ നടപ്പിലാക്കണമെന്ന ആവശ്യം മുൻനിർത്തി തൃശൂർ സിറ്റി ജില്ലാ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ തൃശൂർ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നടത്തി. അധികാരക്കൊതി വെടിഞ്ഞ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുവാനും സ്ത്രീകളോട് നീതി കാട്ടുവാനും കോൺഗ്രസ് തയ്യാറാകണം. പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞു. തൃശൂർ സിറ്റി ജില്ലാ മഹിളാ മോർച്ച പ്രസിഡന്റ് ശീതൾ രാജ അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, വൈസ് പ്രസിഡന്റ് ഡോക്ടർ V ആതിര, സെക്രട്ടറി ജാൻസി തുടങ്ങിയവർ പ്രസംഗിച്ചു. കൌൺസിലർമാരായ വിൻഷി അരുൺകുമാർ, പത്മിനി ഷാജി, ഭാരവാഹികളായ രശ്മി ശ്രീശോഭ്, പ്രിയ അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctor's consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. മഴക്കാലത്തിന് മുന്നോടിയായി പകർച്ചവ്യാധികൾ തടയുന്നതിനും പരിസര ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പാലക്കപ്പറമ്പ് സെന്ററിൽ സംഘടിപ്പിച്ച പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. മഴക്കാലത്ത് ഉണ്ടായേക്കാവുന്ന ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വീടും പരിസരവും മാലിന്യമുക്തമായി സൂക്ഷിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുപീടിക ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ രമണി ചന്ദ്രൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറോം ജോൺ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗീത ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ജനപ്രതിനിധികൾ, പഞ്ചായത്തിലെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, ഹരിതകർമ്മസേന, തൊഴിലുറപ്പ്, കുടുംബശ്രീ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. വരും ദിവസങ്ങളിലും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. തോടുകൾ വൃത്തിയാക്കൽ, വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കൽ, ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവ ഈ ക്യാമ്പയിന്റെ ഭാഗമായി നടപ്പിലാക്കും. ജനകീയ പങ്കാളിത്തത്തോടെ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. ജാതിമത അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒരു ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച യുക്തിവിചാരം ജോസ് എന്ന AV ജോസിന്റെ പേരിലുള്ള യുക്തിവിചാരം ജോസ് സ്മാരക പുരസ്കാര സമർപ്പണം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചെമ്പുകാവ് PWD റെസ്റ്റ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രഭാഷകനും എഴുത്തുകാരനുമായ പ്രൊഫസർ ഹമീദ് ചേനമംഗല്ലൂർ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തും. കേരള യുക്തിവാദി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് TK ശക്തിധരൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് മുഖ്യാതിഥിയാകും. ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. TK ശക്തിധരൻ, ED ഡേവിഡ്, C ചന്ദ്രബാബു, സച്ചൻ കാക്കനാട്, MK ശശിധരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
മണ്ണുത്തി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി 59ാം വാർഷിക പൊതുയോഗ സമ്മേളനം മെയ് 15 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് KD ജോസഫ് നഗർ അയ്യപ്പ ഇൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം നിർവഹിക്കും. മണ്ണുത്തി യൂണിറ്റ് പ്രസിഡന്റ് CA ബാബു അധ്യക്ഷത വഹിക്കും. ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ട്രഷറർ ജോയ് മൂത്തേടൻ മുഖ്യ അതിഥിയായിരിക്കും. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. പൂച്ചട്ടി സെന്ററിൽ സംഘടിപ്പിച്ച ആഹ്ലാദ പ്രകടനവും തുടർന്ന് നടത്തിയ പൊതുസമ്മേളനവും പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നടത്തറ മണ്ഡലം പ്രസിഡന്റ് ES അനിരുദ്ധൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ML ബേബി മുഖ്യപ്രഭാഷണം നടത്തി. ജിത്ത് ചാക്കോ, ബിന്ദു കാട്ടുങ്ങൽ, ജോയ്സൺ അച്ചാണ്ടി, ഷെർലി മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. P ബാലകൃഷ്ണൻ, മിനി വിനോദ്, ജെയ്സൺ പുലിയക്കൽ, സുധാകരൻ എടത്തറ, TR രാമചന്ദ്രൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കേരളത്തിൽ നേടിക്കൊടുക്കുന്നത് മുൻപന്തിയിൽ നിന്ന് ഇന്ന് AICC പ്രിയങ്കരനായ AK ആന്റണിക്കും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്കും പിന്മുറക്കാരനായി പ്രിയങ്കരനായിട്ടുള്ള പറവൂരിന്റെ MLA VD സതീശനെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി പുതുയുഗത്തിന്റെ നായകനായി പ്രഖ്യാപിച്ചതിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഇന്ന് പൂച്ചട്ടി സെന്ററിൽ നടക്കുന്നത്. പ്രദേശത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച UDF മുന്നോട്ട് വെച്ച ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുപോലെ തന്നെ UDF ഈ രാജ്യത്ത് നടപ്പിലാക്കും. അതിനുവേണ്ടിയുള്ള നാമിയാണ് നമ്മുടെ പ്രിയപ്പെട്ട VDS മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചു. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക്, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ടീം UDFന് വോട്ട് ചെയ്ത ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച്, ജനാഭിലാഷം അനുസരിച്ച് തീരുമാനമെടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹൈക്കമാൻഡ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്. CPM സംസ്ഥാന സമിതിയിലാണ് തീരുമാനം. തിരിച്ചടിയിലും പിണറായി നയിക്കട്ടെയെന്ന് പാർട്ടി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കാത്തുനിന്ന ശേഷമാണ് പ്രഖ്യാപനം. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ഷേരു ക്ലാസിക് റീജിയണൽ NPC മിസ്റ്റർ കേരള 2026 ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് മത്സരം ഈ വരുന്ന ശനിയാഴ്ച തൃശൂർ ചാക്കോ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് NPC കേരള ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. NPC ഹെഡ് കേരള വിഷ്ണു പ്രദീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും.
NPC കേരള ചെയർമാൻ ഫാരിസ് അധ്യക്ഷത വഹിക്കും. മിസ്റ്റർ സൗത്ത് ഏഷ്യ VM ബഷീർ, IFBB പ്രൊജക്ടഡ് പൊന്നബലവാൻ തുടങ്ങിയവർ മുഖ്യാതിഥിയാകും. AS ആര്യ, റഫീഖ് റൌഷ്, വിഷ്ണു പ്രദീപ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ണൂരും വെയർഹൌസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റിയും സംയുക്തമായി മാന്നാമംഗലം ക്ഷീരസംഘത്തിൽ വെച്ച് ഏകദിന കർഷക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് ലളിത സദാനന്ദൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംഘം പ്രസിഡന്റ് ജോർജ് പന്തമ്പിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഈശ്വരമൂർത്തി അവറുകൾ സെമിനാറിൽ ക്ലാസ് നടത്തി. തുടർന്ന് കുരിയച്ചിറ വെയർഹൌസ് സന്ദർശിക്കുകയും പരിചയപ്പെടുകയും ചെയ്തു. യോഗത്തിൽ ഭരണസമിതി അംഗങ്ങളായ ജോസഫ് ജോർജ് മാന്തോട്ടം, വർഗീസ് ആക്കശ്ശേരി, ശാന്ത ശെൽവം, പൗലോസ് കുഴിപ്പുള്ളി, സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂങ്കാടൻ, സംഘം ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞങ്ങൾ ട്രെയിനിങ് ആണ് പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി. ട്രെയിനിങ്ങിൽ ഒരുപാട് ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അത് സാധാരണ മെമ്പർമാരായെങ്കിലും നല്ല ഭരണസമിതി ആൾക്കാരായിട്ടുണ്ടെങ്കിലും നല്ല ജീവനക്കാരായെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള പൊതുജനങ്ങളായിട്ടുണ്ടെങ്കിലും കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ട്രെയിനിങ് പറയുമ്പോൾ ഞങ്ങൾ ട്രെയിനിങ്ങിൻ്റെ എണ്ണം ഞങ്ങൾക്ക് ഒരു വർഷത്തിൽ 100 ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇപ്പോൾ ഇന്ന് ഒരു പരിപാടി, ഇത് ഒരു പ്രോഗ്രാമാണ്. അങ്ങനെ 100 പരിപാടിയാണ് നടത്താൻ വേണ്ടിയതാണ്. പക്ഷേ ഞങ്ങൾ വർഷത്തിൻ്റെ അവസാനത്തിൽ കാണുമ്പോൾ ഒരു 300, 400, 500 പരിപാടികൾ നടത്താറുണ്ട്. കാരണം അത്രയുമാണ് ഞങ്ങൾ ജനങ്ങളുടെ എത്തിച്ചേരാനുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. 7 ജില്ലകളാണ് ഞങ്ങളുടെ ഏരിയ. കാസർഗോഡ് മുതൽ പാലക്കാട് ജില്ല വരെയുണ്ടാണ് 7 ജില്ലകളാണ്. ഈ 7 ജില്ലകൾ എവിടെ പോയെങ്കിലും ഞങ്ങൾ പ്രോഗ്രാം നടത്തിയിട്ട് അതിന് ഒരുപാട് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ ട്രെയിനിങ് പറയുമ്പോൾ ഞങ്ങൾ ഒരു ഉദ്ദേശം വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വരുന്ന ആൾക്കാർക്ക് ഒരു പുതിയ അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ പെരിഞ്ഞനത്ത് സ്കൂൾ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച 1/4 കിലോ കഞ്ചാവുമായി പ്രതി അറസ്റ്റിൽ. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിൽപ്പന നടത്താനായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം അച്ചങ്കണ്ടം ദേശത്ത് മാടേനി വീട്ടിൽ ശ്രീകുമാർ എന്നയാളെയാണ് പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മെയ് 13 ബുധനാഴ്ച വൈകുന്നേരം പ്രതിയുടെ വീട്ടിൽ പരിശോധന നടത്തിയതിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിൽപ്പന നടത്താനായി സൂക്ഷിച്ച 1/4 കിലോ കഞ്ചാവ് സഹിതം തൃശൂർ റൂറൽ പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. പ്രതിക്കെതിരെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂട്ടിച്ചേർത്ത് കേസെടുത്തു. മണ്ണുത്തി വെറ്ററിനറി കോളേജ് റിട്ടയർഡ് ഡയറക്ടർ ഡോക്ടർ G. രഘുനാഥൻ നായർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സെൻട്രൽ പൗൾട്രി ബ്രീഡിംഗ് ഫാം ഹസർഘട്ട, ബംഗളൂരു, കേരള കാർഷിക സർവകലാശാലയുടെ പൗൾട്രി ഫാം എന്നിവിടങ്ങളിൽ മേധാവിയായും റിവോൾവിംഗ് ഫണ്ട് ഹാച്ചറിയുടെ മേധാവിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിരമിച്ച ശേഷവും വിവിധ സ്ഥാപനങ്ങളിൽ കൺസൾട്ടന്റായി പ്രവർത്തിച്ചു. ഇന്ത്യൻ പൗൾട്രി സയൻസ് അസോസിയേഷൻ കേരള ഘടകത്തിന്റെ ഭാരവാഹിയും സജീവ പ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. നാടൻ താറാവിനെ തനത് ജനുസായി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. സർവകലാശാലയുടെ ആദരവും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. വർഷങ്ങളായി മണ്ണുത്തി ഗാന്ധിനഗർ ഗ്രീൻഫീൽഡ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റും രക്ഷാധികാരിയുമായിരുന്നു. ഭാര്യ പത്മജ നായർ, മക്കൾ ഡോക്ടർ അശ്വന്ത് കുമാർ, അനൂപ്, മരുമക്കൾ ഡോക്ടർ ആദ്ര മേനോൻ, ലക്ഷ്മി. സംസ്കാരം മെയ് 16 രാവിലെ 8 മണിക്ക് പാറേമക്കാവ് ശാന്തിഘട്ടിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ SSLC ഫലം പ്രഖ്യാപിച്ചു. SSLC പരീക്ഷയിൽ 99.07% വിജയം. കേരളത്തിലും ഗൾഫിലുമായി 3059 സ്കൂളുകളിലായി പരീക്ഷ നടന്നത്. പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ തകർത്ത മോദിക്ക് മാപ്പില്ല എന്ന് അസ്ലം ഷാ. AISF പ്രതിഷേധ സമരത്തിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ GST ജോയിന്റ് കമ്മീഷണറെ ഉപരോധിച്ച് NGO യൂണിയൻ പ്രവർത്തകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.